ഇടുക്കി പച്ചടി ഇരട്ട കൊലപാതകത്തിൽ അന്വേഷണം ഊർജിതമാക്കിയ പോലീസ്. മേരിക്കുട്ടി, മകൻ റെജി എന്നിവരുടെ മൃതദേഹങ്ങളാണ് ഇന്നലെ കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയത്. ഇരുവരുടെയും പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. പ്രതിയെന്ന് സംശയിക്കുന്ന മേരിക്കുട്ടിയുടെ ഇളയ മകൻ സജി ഒളിവിലാണ്. അതേസമയം 2018 കാണാതായ മേരിക്കുട്ടിയുടെ ഭർത്താവ് മാത്യുവിന്റെ തിരോധാന കേസും പോലീസിന്റെ അന്വേഷണ പരിധിയിലുണ്ട്. ജെയിൻ എസ് രാജു വിവരങ്ങളുമായി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ജെയിൻ, വല്ലാതെ ദുരൂഹത നിറഞ്ഞൊരു സംഭവമാണത്. രണ്ടുപേരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തുന്നു, ഇന്നിതാ പോസ്റ്റ്മോർട്ടം നടത്തുകയാണല്ലോ. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഇളയ മകൻ അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. ഇപ്പോഴത്തെ മറ്റൊരു കേസ് കൂടി ഇതുമായി ചേർത്ത് വായിക്കേണ്ടതായി വരുന്നു. മേരിക്കുട്ടിയുടെ ഭർത്താവ് മാത്യുവിന്റെ തിരോധാനം. ഇതിലും ഈ രക്ഷപ്പെട്ട ഇളയ മകന് എന്തെങ്കിലും ബന്ധമുള്ളതായാണോ പോലീസ് സംശയിക്കുന്നത് ഇപ്പോൾ? മോത്തി, ഈ രണ്ടും തുടർച്ചയായിട്ട് സമാനമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് അതുകൂടി പരിശോധിക്കുന്നത്. 2018 മാത്യുവിനെ കാണാതാവുന്നത്. പക്ഷേ ഒരു സുവിശേഷകനായിട്ടുള്ള മാത്യു വാഹനത്തിൽ, ബസ്സിൽ കയറി പോകുന്ന കണ്ടവരുണ്ട് എന്നുള്ളതാണ് ദൃക്സാക്ഷി മൊഴിയുള്ളത്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും അതൊരു കൊലപാതകമാണ് എന്ന മുൻ ധാരണയോടെ നമുക്ക് അതിന് സമീപിക്കാൻ കഴിയില്ല. പക്ഷെ സംശയങ്ങൾ നിലനിൽക്കുന്നു. കാരണം ഇവിടെ റെജിയെയും അതോടൊപ്പം റെജിയുടെ മാതാവ് മേരിയെയും കൊലപ്പെടുത്തിയതിനു ശേഷമാണ് സജി ഒളിവിൽ പോയിരിക്കുന്നത്. അപ്പോൾ അത്തരമൊരു സാധ്യതയെ കുറിച്ചാണ് പോലീസ് പരിശോധിക്കുന്നത്. അതിന്റെ ഭാഗമായി സജിയെ പിടികൂടിയാൽ ഇത് സംബന്ധിച്ച കാര്യങ്ങൾ സജിയിൽ നിന്ന് കൂടുതൽ അറിയാൻ കഴിയും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് പോലീസ് ഉള്ളത്. എന്തായാലും അതുകൂടി പരിശോധിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ഈ കൊല്ലപ്പെട്ട രണ്ടുപേരുടെയും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടത്തും. എങ്ങനെയാണ് കൊലപ്പെടുത്തിയത് എന്ന ഒരു പ്രാഥമിക ധാരണ ഇന്നത്തെ പോസ്റ്റ്മോർട്ടത്തിൽ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പൂർണ്ണമായും അഴുകിയ നിലയിലാണ് മൃതദേഹമുള്ളത്. എന്നാണ് ഈ കൊലപാതകം നടന്നത് എന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ ഇനിയും വ്യക്തത വരാനുണ്ട്. തിരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കാം, അല്ലെങ്കിൽ 9-ാം തീയതി ആയിരിക്കാം എന്നുള്ള ഒരു സംശയമാണ് പോലീസിന് ഇപ്പോൾ ഉള്ളത്. കാരണം അതിനു മുമ്പ് വരെ ഒരു അനൗൺസ്മെന്റ് ആയിട്ടുള്ള റെജി ജോലിക്ക് പോയിരുന്നു. അതിനുശേഷമാണ്, തിരഞ്ഞെടുപ്പിന് ശേഷമാണ് ഇദ്ദേഹത്തെ കാണാതെ ഈ വിവരം ആളുകൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും തിരഞ്ഞെടുപ്പ് ദിവസമോ അല്ലെങ്കിൽ അതിനുശേഷമോ ആയിരിക്കാം ഈ കൊലപാതകങ്ങൾ നടത്തിയിട്ടുണ്ടാവുക എന്ന ഒരു നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. പക്ഷേ സജിയെ പിടികൂടേണ്ടതുണ്ട്. സജി ഒരുപക്ഷെ അതിർത്തി കടക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. സജിയുടെ ബാഗ് പോലീസ് കണ്ടെത്തിയിരുന്നു. അതായത് ഈ സംഭവം പുറത്തറിഞ്ഞു എന്ന് മനസ്സിലാക്കിയ സജി അവിടെ നിന്ന് കടക്കാൻ ശ്രമിച്ചിരുന്നു. ആ കടക്കാൻ ശ്രമിക്കുമ്പോൾ അയാളുടെ കയ്യിൽ ഒരു വലിയ ബാഗ് ഉണ്ടായിരുന്നു. ആ ബാഗുമായിട്ടാണ് ഇയാൾ റൂട്ടിലേക്ക് ഇറങ്ങിയത്. ആ സമയത്താണ് പോലീസ് വാഹനം വരികയും ഇയാൾ പിന്തിരിഞ്ഞ് മുകളിലേക്ക്, അല്ലെങ്കിൽ വീടിന്റെ പിറകിലുള്ള വലിയ മലയിലേക്ക് ഓടിപ്പോവുകയും ചെയ്തത്. അപ്പം സജി അന്നേരം കൈരിയിൽ കരുതിയിരുന്ന ബാഗ് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പം ആ സമയത്ത് സജി അവിടെ നിന്ന് ഓടിപ്പോകാൻ ശ്രമിക്കുമ്പോൾ പോലീസ് ഇടപെടൽ ഉണ്ടായില്ലേ? പിന്നാലെ പോകാനോ പിടികൂടാനോ ശ്രമിച്ചില്ലേ? അല്ല, ആ ഘട്ടത്തിൽ ഒരു സംശയം മാത്രമാണ്. ഒരു മിസ്സിംഗ് കേസാണ് പോലീസിന്റെ മുന്നിലുള്ളത്. അപ്പൊ മിസ്സിംഗ് കേസ് അന്വേഷിച്ചാണ് പോലീസ് ആദ്യം ആ പ്രദേശത്ത് തന്നെ താമസിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് അവിടെ എത്തുന്നത്. ആ സമയത്ത് സജി റോഡിന്റെ വശത്തുണ്ട്. അപ്പൊ സജിയോട് കാര്യങ്ങൾ കേൾക്കുന്നു. അമ്മയും സഹോദരനും എവിടെ എന്ന് ചോദിക്കുമ്പോൾ അവർ തേനിയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. നാളെ, അതായത് ഇന്നലെ ഡിസ്ചാർജ് ആകും, താൻ അവരെ കൂട്ടാൻ പോവുകയാണ് എന്ന് പറഞ്ഞാണ് സജി അവിടെ നിൽക്കുന്നത്. അതിനുശേഷം അതിന് തൊട്ട് പിന്നാലെ പോലീസിന്റെ ജീപ്പ് കൂടി വരുന്നു. ഈ സമയത്താണ് ഇയാൾ ഓടിപ്പോകുന്നത്. അപ്പൊ ആ സമയത്ത് പോലീസിനെ സംബന്ധിച്ച് ഒരു കൊലപാതകം നടന്നു എന്ന ധാരണകളില്ല. പകരം ഒരു മിസ്സിംഗ് കേസാണുള്ളത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ തന്നെ പോലീസും നാട്ടുകാരും ചേർന്ന് ഒരു തിരച്ചിൽ നടത്തിയിരുന്നെങ്കിലും ഈ സജിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. കാരണം ഈ സജിയുടെ വീടുള്ളത് ഒരു കുന്നിന്റെ അടിവാരത്താണ്. അതിന്റെ മുകളിലേക്ക് വലിയ മലയാണ്, പാറക്കെട്ടുകളൊക്കെ നിറഞ്ഞ പ്രദേശമാണ്. അപ്പൊ അങ്ങോട്ടേക്കാണ് ഇയാൾ ആദ്യം ഓടിപ്പോയത്. അവിടെ നിന്ന് 2 വഴിയുണ്ട്. ആ 2 വഴിയിലൂടെ സഞ്ചരിച്ചാൽ നെടുങ്കണ്ടത്തേക്ക് എത്താൻ കഴിയും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ ഒന്നുകിൽ നെടുങ്കണ്ടത്തേക്ക് അവിടെ എവിടെയെങ്കിലും മറഞ്ഞിരുന്നതിന് ശേഷം രാത്രിയിൽ ഇയാൾ നെടുങ്കണ്ടത്തേക്ക് പോവുകയോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും, അതിന്റെ ഒരു വശം എന്ന് പറയുന്നത് തമിഴ്നാട് അതിർത്തിയാണ്. കമ്പംമേട്ട് വഴി തമിഴ്നാട്ടിലേക്ക് കടക്കാൻ കഴിയും. സാധാരണ ഇത്തരം കുറ്റകൃത്യങ്ങൾ നടത്തുന്ന ആളുകൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് തമിഴ്നാട്ടിലേക്ക് കടന്ന് രക്ഷപ്പെടാനാണ് ശ്രമിക്കുന്നത്. സജിയും അത്തരത്തിൽ കടന്നിട്ടുണ്ടോ എന്ന സംശയം പോലീസിനുണ്ട്. എന്തായാലും വിവിധ സ്ക്വാഡുകളായി തിരിഞ്ഞാണ് പോലീസ് അന്വേഷണം നടത്തുന്നത്. സജിയെ പിടികൂടാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. തമിഴ്നാട് പോലീസുമായും കേരള പോലീസ് ബന്ധപ്പെട്ടിട്ടുണ്ട്.